ഇങ്ങനെ തുപ്പാടാ പല്ലളായി പോടാ. ഇത്രയും നേരം ഇങ്ങനെ പല്ലിലിട്ട് ചുരണ്ടിക്കൊണ്ടിരിക്കാൻ നാക്ക് നന്നാക്കടാ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പല കോപ്രായവും കാണിക്കും. അത് ചോദിക്കാം നീ ആടാ? നീ കാണിക്കുന്നത് മൊത്തം കോപ്രായല്ലേ? കോപ്രായ അല്ലെങ്കിൽ മണ്ടത്തനം. അവിടെ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോടാ? നാട്ടുകാർക്കാണ് ബുദ്ധിമുട്ട്. ആ പിന്നെ തുടങ്ങിയ നേതാക്കന്മാർ രണ്ടുപേരും കൂടി വാചക കസർത്ത്. എന്റെ തങ്ക നിന്നെ ഓർത്തിട്ടാണ് ഞാൻ അവനെ വെറുതെ പറഞ്ഞത്. നീ ഇനി കൂടുതൽ അവളെ ഓർക്കണ്ട. അവളെ ഓർത്തോണ്ടിരിക്കപ്പോ ആളുണ്ട് കേട്ടോ. എന്നെ കൊണ്ട് നിന്റെ പഴങ്കഥയുടെ കെട്ട അഴിപ്പിക്കല് കേട്ടാ. പഴം കെട്ട് നിനക്ക് ആ ഓർമ്മയില്ലേ ലീടെ? നമ്മളെ എന്നെ കൊണ്ട് വെറുതെ അതൊന്നും പറയിപ്പിക്കല്ലേ നീ. ഓടാ ഭ്രാന്ത നിന്റെ രാവിലെ. എന്ത് കഥ? ആ പഴയ കഥകളൊക്കെ കുറെ ഉണ്ട്. കെട്ടിയോന് പണ്ട് വെറുതെ വേഷം കെട്ടല്ലേ? ഭർത്താവിനെ പണ്ട് എഴുത്തിന്റെ അസുഖം ഉണ്ടായിരുന്നു. എഴുത്തിന്റെ അതിപ്പോ എഴുത്ത് മാത്രല്ല, വായനയുടെ അസുഖം ഉണ്ടായിരുന്നു. അതല്ല കൊച്ചേ, പ്രേമലേഖനം എഴുത്ത് ഭയങ്കര മഹാനായിരുന്നു. പണ്ടെങ്ങാണ്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇങ്ങനെ പ്രേമലേഖനം കൊടുത്ത കഥയല്ലേ? അത് ഞാൻ കൊറേ കേട്ടിട്ടുള്ളതാ. പുതിയത് വല്ലതും ഉണ്ടെങ്കിൽ പറ. മതിയായടാ, നിനക്ക് തൃപ്തിയായ? ഇനി വല്ലതും അറിയണോ? പറയടാ, ഇനി വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞോടാ. പറഞ്ഞിട്ട് എന്തോന്ന് കാര്യം? പിന്നെ നീ ഈ വീട്ടിൽ താമസിക്കണ വലിയ നിന്റെ കഴിവായിട്ടൊന്നും നീ അങ്ങനെ കൂട്ടണ്ട. എന്റെ അളിയൻ്റെ അടുത്ത് എന്നെ കുറിച്ച് ഇല്ലാത്തൊക്കെ പറഞ്ഞു കൊടുത്തല്ലടാ നീ വീട് ഇതാക്കിയത്. ആരെ കുറിച്ചാണ് ഇല്ലാത്തവനെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് എല്ലാവർക്കും അറിയാടാ. പിന്നെ ഞാൻ ഇവിടെ താമസിക്കുന്നത് അഡ്വാൻസും കൊടുത്ത് മാസം കറക്റ്റായിട്ട് വാടകയും കൊടുത്തിട്ടാണ് താമസിക്കുന്നത്. അല്ല നിന്നെ പോലെ അച്ചി വീട്ടി വന്ന് കിടക്കല്ലടാ. നീ അധികം നാൾ ഇവിടെ താമസിക്കാന്നൊന്നും വിചാരിക്കണ്ട. ഓടാ അച്ചി വീട്ടി കിടക്കണേ. സൂക്ഷിച്ച് സംസാരിക്കണം. നീ ആ ഫോണും കിട്ടും. ആ കനകനെ ഒന്ന് വിളിക്കട്ടെ. ഇന്നത്തോടുകൂടി നിന്റെ അഭ്യാസം മൊത്തം നിർത്തരാടാ. പിന്നെ കനകം വന്ന പിന്നെ എന്നാണ്ട് അങ്ങ് കയറ്റിക്കളെ നിർത്തി കൊടുക്കണം. പിന്നെ തീർത്ത് തരാം. കനകനൊക്കെ എനിക്ക് പുല്ല. എനിക്ക് ഒരുത്തനും പേടിയില്ലടാ. അങ്ങനെ വിചാരിക്കണ്ട കേട്ടാ. എടോ ക്ലൈറ്റസേ, ഇക്കണക്കിന് പോയാൽ അവൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്ന എല്ലാ ലക്ഷണമുണ്ട്. അമ്പിളിക്കുട്ടൻ. അതങ്ങനെ അമ്പിളിക്കുട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പൊ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടല്ലോ. ഇതാണ് എൻ്റെ കുഴപ്പം. എടോ അവൻ്റെ ഘടകകക്ഷിയായിട്ടുള്ള ധാരണ എങ്ങനെയാ? 2.5 വർഷം ഇവര്, 2.5 വർഷം അവര്, 2.5 വർഷം ഇവര്, 2.5 വർഷം അവര്. ആ കണക്കിന് വരുമ്പോൾ ഇനിയുള്ള 2.5 വർഷത്തെ കാലഭരണം ആരുടെയാണ്? അവരുടെ. അപ്പം ഈ അമ്പിളിക്കുട്ടൻ അവൻ പ്രസിഡന്റ് ആകാനുള്ള എല്ലാ സാധ്യതയും. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതെ പ്രസിഡന്റ് അങ്ങനെ അവനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? വഴിയുണ്ട്. എന്താണ്? എടോ നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കണമായിരുന്നു. ഇനിയുള്ള വഴിയെങ്കിലും അതേ ഉള്ളൂ. പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അണികൾ നമുക്കാണ് കൂടുതലുള്ളത്. അണികൾ നമുക്കാണ് കൂടുതലുള്ളത്. ജനങ്ങൾ മുഴുവൻ അവരുടെ കൂടെ. പ്രസിഡന്റ്, ഇത്തവണ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിഷു ആഘോഷം വമ്പം പദ്ധതിയാക്കാനാണ് അമ്പിളിക്കുട്ടന്റെ പരിപാടി. പിന്നെ അതുകൂടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ആ അറക്കൽ ക്ഷേത്രത്തിലെ വിഷു ഉത്സവം ആരാ നടത്തുന്നത്? അത് ഈ അമ്പിളിക്കുട്ടനാണ് നടത്തുന്നത്. അമ്പിളിക്കുട്ടൻ? ഇതിന് മാത്രം അവിടെ നിന്ന് എവിടെ എത്ര കാശ്? എൻ്റെ കർത്താവേ, അതെ ഞാൻ ഈ അമ്പിളിക്കുട്ടനെ പുകഴ്ത്തുന്ന കാര്യങ്ങൾ കേൾക്കാനല്ല ഇവിടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂടിയത്. അവനെ തകർക്കാനായിട്ട് എന്തെങ്കിലും പദ്ധതികൾ നിങ്ങൾ പറയും. ഈ വിഷുവിന് തൃശ്ശൂർ പൂരം പോലെയുള്ള കമ്പവും വെടിക്കെട്ടുമാണ് ക്ഷേത്രത്തിൽ നടത്താൻ പോകുന്നത്. തൃശ്ശൂർ പൂരം അല്ല, തൃശ്ശൂർ പൂരം. രണ്ടു മൂന്ന് തന്നെ. എൻ്റെ കർത്താവേ, വെടിയും പുകയൊക്കെ വെച്ച് അവൻ എൻ്റെ പുക കണ്ടേ അടങ്ങുന്നു തന്നെ. ഇങ്ങനെ പോണെങ്കിൽ എൻ്റെ കാര്യം പോക്കാം. പ്രസിഡന്റ്, ഈ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞ പ്രസിഡന്റ്. വഴി ഇതല്ലേടാ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്. കഷ്ടോടാ ക്ലീറ്റസേ, നിന്റെ അണികൾ തന്നെ. ഒരാളെ കുഴപ്പമുള്ളൂ, ബാക്കിയുള്ളവരൊന്നും ഒരു കുഴപ്പമില്ല. അതെ, അപ്പോൾ ഇതിലൂടെ അവന് തകർക്കാൻ പറ്റുമല്ലോ അല്ലേ? എന്നല്ലാതെ. നിങ്ങൾ എന്താ ക്ലീറ്റ് ഈ പെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ? എന്താ നിങ്ങളുടെ തലക്കകത്ത്? എന്താ ഇത്ര ആലോചന? ഇതുണ്ടല്ലോ,
ഇതെൻ്റെ ആളിയെ എന്നെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ് അവനെ ഇവിടെ പിടിച്ച് താമസിപ്പിച്ചത്. നിനക്കറിയാമോ തങ്ക, ഞാനൊന്ന് സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് എത്ര ദിവസമായിരുന്നു. ആരെയും കുറ്റം പറയണ്ട, അവനവൻ്റെ കയ്യിലിരിപ്പിൻ്റെ. ആ വിളിച്ചേട്ടൻ എന്തെങ്കിലും കാര്യത്തിന് തല്ലി പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടോ? നിങ്ങളല്ലേ ഓരോ കോലിട്ട് കുത്തി കുത്തി അങ്ങോട്ട് വായിലിട്ട് ഇളക്കാൻ പോണത്? ഞാൻ എന്ത് ചെയ്യുന്നടി? ഒന്നും ചെയ്തില്ല. നിനക്കറിയാമോ, നാട്ടുകാരുടെ മുമ്പിൽ എനിക്കിപ്പോൾ ഒരു വിലയില്ല. അത് പണ്ടേ ഉണ്ടായില്ലല്ലോ. ഒരെണ്ണം തഴഞ്ഞു. ആ എന്നെ ആരെങ്കിലും ഒരാവശ്യത്തിന് കാണാൻ വന്നിട്ട് ഇപ്പോൾ എത്ര ദിവസമായെന്നറിയാമോ? ആ രതീഷേ, അല്ലേ ശിവ, വാ ഇതിലിറങ്ങി വാ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ആ എന്നാ ഞാൻ അങ്ങോട്ട് വരാം അവിടേക്ക്. ഓ വേണ്ട, അമ്പിളിച്ചേട്ടനെ കൊണ്ട് ഒരു കാര്യം സാധിക്കുകയുണ്ടായിരുന്നു. ക്ലീറ്റസ് ചേട്ടനെ കൊണ്ട് നടക്കില്ലെന്ന് അറിയാം. ആ എത്തിയാ, വാ കയറി 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 കയറി. നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ കോമാളിയാണ്. ശിവമാരൊക്കെ എനിക്ക് എന്ത് വിലയും നിലയും തന്നിരുന്നത് അറിയാമോ? ക്ലീറ്റസ് ഇപ്പോൾ കോമാളിയാണ്. ക്ലീറ്റോ പഞ്ചായത്ത് മെമ്പർ പലരും കാണാൻ വരില്ല. ഇതെന്തൊരു കഷ്ടമാണെന്നാ ഞാൻ ആലോചിക്കണേ. നീ ഒന്ന് കയറി പോകൂ. മനുഷ്യൻ സമാധാനം തരുമോ? ഇവിടെ നിന്ന് സമാധാനം എൻ്റെ വിഷമം ഞാൻ തന്നെ അങ്ങ് തീർത്തോളാം. ആ തീർക്കാം. അവിടെ നിന്ന് പറഞ്ഞാൽ മനുഷ്യനാണോ മനസ്സിലാവും. ആ അലി, എന്തായി പോയ കാര്യം? അതെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. എല്ലാം സ്കാനിങ് എല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ആണോ? ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഒരു 3-4 ദിവസം കിടക്കുന്നുണ്ട്. ആണോ? ശരി. അപ്പോഴേ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്രാവശ്യം വിഷുവിൻ്റെ ഉത്സവം നടത്തുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. കാരണം ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം ഭഗവാൻ നേടിത്തന്നിട്ടുണ്ട്. മെമ്പറെ ആകെ ഒരു ആശങ്ക ഉള്ളത് എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വലിയ കാരണവന്മാരെടുത്ത് ചെയ്ത ഉത്സവമാണ്. ഇപ്രാവശ്യം ചെറുപ്പക്കാർ ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് മെമ്പർ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണം. എന്തോന്നത്, വരട്ടെ, പുതിയ ആൾക്കാർ വരണ്ടേ, വരട്ടെ. എല്ലാത്തിനും ഒന്നും കൊണ്ടും പേടിക്കണ്ട, എല്ലാത്തിനും ഞാൻ ഉണ്ടാവും, കൂടെ ഉണ്ടാവും. പിന്നെ ഉത്സവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ പോലെ അല്ല. ആന ഉണ്ടാവും, അമ്പാരി ഉണ്ടാവും, വെടിക്കെട്ടും എല്ലാം വേണം. അല്ല മെമ്പറെ, വെടിക്കെട്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. കളക്ടർ പെർമിഷൻ എടുക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്നേ, അതൊക്കെ നമുക്ക് നോക്കിക്കോളാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. മെമ്പർ പിന്നെ ഒരു കാര്യമുള്ളത്, താലപ്പൊലി 5 കിലോമീറ്റർ ഉണ്ടാവും. അതിനൊക്കെ അവർക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഇതുവരെ ഒന്നും ഇടയ്ക്ക് കൊടുക്കാൻ. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ? 5 കിലോമീറ്റർ 5 കിലോമീറ്റർ വ്യത്യാസം. പാലി ഒരു 2 കിലോമീറ്റർ ഇടവിട്ട് നമുക്കൊന്ന് വെള്ളം അറേഞ്ച്. അപ്പോൾ എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് പുള്ളിയോട് അതൊന്ന് നോക്കിയോ. പിന്നെ ഒരു പ്രധാന കാര്യം വേറെ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മെയിനായിട്ട് ജംഗ്ഷനിൽ വെക്കുന്ന ഒരു ഫ്ലെക്സ് ഉണ്ടല്ലോ, അതിനകത്ത് അണ്ണന്റെ പടം വേണം വലുതായിട്ട് വെക്കാനായിട്ട്. പിന്നെ നല്ല ഗംഭീരമായിട്ട് ആ ഒരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. അണ്ണൻ നല്ല പടം ഇരിപ്പുണ്ടോ? നല്ല അലി, അതിന്റെ ഒന്നും ആവശ്യമില്ല അലി. വേണം അണ്ണൻ നിന്ന് നടത്ത ഉത്സവം അണ്ണന്റെ പടം ഇരിക്കേണ്ടത്. പിന്നെ വേറെ നമ്മൾ തന്നെ അടിച്ച് ഫ്ലെക്സ് വെക്കാന്ന് വെച്ചാൽ അങ്ങനല്ല, വേണം, അതൊക്കെ ആവശ്യമാണ് നമുക്ക്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പം അണ്ണ ഏതെങ്കിലും നല്ല ഫോട്ടോ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണം തന്നിരുന്നെങ്കിലേ ഞാനതങ്ങ് അത് വേണോ? പിന്നെ വേണോ? വേണം. പിന്നെ അവളെ കാണാം, അവളെ വാങ്ങിച്ചോ. ഞാനങ്ങ് എത്തിച്ചോളാം. നീ വിഷു ആഘോഷിക്കും. എൻ്റെ വിഷു ആഘോഷം ഞാൻ കലക്കി തരാടാ, കമ്പിളി കൂട്ടാ. Alien versus Alien.